ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ നിഫ്റ്റി ഓപ്പൺ ആയേക്കുന്നത് 22,567 ആണ്. ഓൾമോസ്റ്റ് ഒരു 30 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആയേക്കുന്നത്. പക്ഷേ 30 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ എന്ന് പറഞ്ഞാലും പ്രീവിയസ് ഡേയുടെ ക്ലോസിങ് എക്സാക്റ്റ് ലോയിലാണ് ഓപ്പൺ ആവുന്നത്. ഇത് ബിഗ് പ്ലെയേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാനൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചത്, പക്ഷേ ഗ്യാപ്പ് അപ്പ് ഉണ്ടായില്ല. ഗ്യാപ്പ് അപ്പ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50-60 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസൈഡ് ചെയ്യായിരുന്നു ഒരു ഡൗൺവേർഡ് ട്രേഡ് എടുക്കാം. ഒരു ഇനീഷ്യൽ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് കിട്ടുന്നുള്ളത് നമുക്ക് ഉറപ്പാക്കി കണ്ണടച്ചൊരു ട്രേഡ് എൻട്രി ആയിരുന്നു. ഇതിപ്പോൾ എക്സാക്ട്ലി പ്രീവിയസ് ഡേ ലോയിൽ തന്നെയാണ് ഇത് ഓപ്പൺ ആയേക്കുന്നത്. എന്തായാലും നമ്മൾ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ ഹൈയിൽ നമുക്കൊരു നല്ല പ്രൈസിൽ ഒരു പി ട്രേഡ് ഇട്ട് നമ്മൾ നോക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അപ്വേർഡ് ട്രേഡ് എടുക്കും. മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആയി മൂവ് ആയിട്ടുണ്ട്. വലിയൊരു ഗ്രീൻ ക്യാനിലാണ് വന്നേക്കുന്നത് ഫസ്റ്റ് തന്നെ. ഫസ്റ്റ് ക്യാനിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 70 പോയിൻറ്റ്സോളം എത്തി. ഭയങ്കര ഹയർ മൂവ്മെൻ്റാണ് ഉണ്ടായേക്കുന്നത്. നമുക്ക് പറ്റുമെങ്കിൽ ഒരു പി ട്രേഡ് തന്നെ നമുക്ക് എൻട്രി ചെയ്യാൻ നോക്കാം. പക്ഷേ ക്വിക്ക് സ്കാൽപ്പിങ്ങേ നമ്മൾ നോക്കുന്നുള്ളൂ മോർണിംഗിൽ. കാരണം ഞാൻ നേരത്തെ യൂഷ്വലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് 3 മിനിറ്റ്സ് ക്യാൻഡിൽസ് ആയിരുന്നു. ഇപ്പം ഞാൻ ഇനീഷ്യൽ മൂവ്സ് എപ്പോഴും ഞാൻ 1 മിനിറ്റ് ക്യാൻഡിൽ. അപ്പോൾ എനിക്ക് ചെറിയ കോൺഫിഡൻസ് വ്യത്യാസം. നമ്മുടെ പൊസിഷൻ എന്തായാലും എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 600 റുപ്പീസ്, 1000 റുപ്പീസ്, 1500, 2000 ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. 2000 ഓൾമോസ്റ്റ് 3000 ക്രോസ് ചെയ്തായിരുന്നു. വീണ്ടും അത് 200 റുപ്പീസിലോട്ട് എത്തി. ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. വീണ്ടും മൈനസ്. $3,000 ക്രോസ് ചെയ്തു. 3,500, 3,800, 4,000 ക്രോസ് ചെയ്തു. നമുക്ക് നോക്കാം. അത്യാവശ്യം പോയിൻറ്റ്സ് ഇനീഷ്യൽ മൂവിൽ തന്നെ പോയിൻ്റ് കിട്ടിയാൽ നമുക്ക് ഒറ്റ ട്രേഡ് ക്ലോസ് ചെയ്യാം. 4,000 ക്ലോസ് ചെയ്ത സാധനം വീണ്ടും നമ്മുടെ ബ്രേക്ക് ലെവലിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് മാർക്കറ്റ് മോർണിംഗിൽ. 4,800, 5,000 വരെ എത്തി. നോക്കാം, നമുക്കൊരു ചെറിയ മൂവ് കിട്ടിയാൽ മതി. കാരണം ഇനീഷ്യലി നമ്മളിത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മോർണിംഗ് അത് ചിലപ്പോൾ സൈഡ് വേസ് ആവും കുറേ നേരത്തേക്ക്. പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ ട്രേഡ്സ് എൻട്രി ചെയ്യും. അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് മാർക്കറ്റ് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇപ്പം വന്ന് നിൽക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് പ്രീവിയസ് ഡേ, അതായത് 30 വൈകിട്ട് സെല്ല് ചെയ്തിട്ട് പോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. അവരിപ്പോൾ ഡിസൈഡ് ചെയ്ത് അവരുടെ സ്റ്റോപ്പ് ലോസൊക്കെ കുറേ പേർ എടുത്തിട്ടുണ്ടാവും. ആ സ്റ്റോപ്പ് ലോസ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു അപ്പർ മൂവിനുള്ള സാധ്യതയുണ്ട്. എന്നാലും എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗൺ മൂവ് എന്തായാലും തരുന്നില്ല. ഓൾമോസ്റ്റ് 100 പോയിൻറ്റ്സ് ഫസ്റ്റ് ക്യാനിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതങ്ങനെ കണ്ടിന്യൂ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തുകൂടാന്നില്ല കേട്ടോ. മാർക്കറ്റ് നമുക്ക് ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. എങ്കിലും നമ്മുടെ ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ ഈ നോക്കുന്നത്. $5,000 എത്തിയത് വീണ്ടും നമ്മുടെ ട്രേഡ് ബ്രേക്ക് ചെയ്യുന്നതിൽ തന്നെ നിൽക്കുകയാണ്. കുഴപ്പമില്ല. എന്തായാലും നമ്മൾ അത്യാവശ്യം നല്ല സ്ഥലത്ത് തന്നെ ട്രേഡ് എൻട്രി ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു എക്സിറ്റ് എന്തായാലും കിട്ടും. അപ്പോൾ ഒരു ബയറെ സംബന്ധിച്ച് എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. നമ്മൾ എൻട്രി കറക്റ്റ് ആണെങ്കിൽ നമുക്കൊരു നല്ല എക്സിറ്റ്, ഏറ്റവും കുറഞ്ഞൊരു കോസ്റ്റിലെങ്കിലും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എൻട്രി മോശമായി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ട്രാപ്പായി പോവുക ആ ട്രേഡിൽ. അതുകൊണ്ട് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് 1 മിനിറ്റ് ക്യാൻഡിൽ ചെയ്ത് വലിയൊരു പരിചയമില്ല. ഞാൻ യൂഷ്വലി 3 മിനിറ്റ്സാണ് ഞാൻ പറഞ്ഞായിരുന്നത്. 3 മിനിറ്റ്സാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഈ കുറച്ച് ദിവസം ആയുള്ളൂ ഞാൻ 1 മിനിറ്റിലോട്ട് അത് ഇനീഷ്യൽ മൂവ്സ് മാത്രം ഒന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥലത്ത് എൻട്രി ചെയ്യാൻ പറ്റിയത്.
ഇപ്പോഴും നമ്മൾ 3000 4000 റേഞ്ചിലൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ട്. ഭയങ്കര ഫ്ലക്ച്വേറ്റിങ്. വീണ്ടും 4000 എത്തി, പിന്നെ ബ്രേക്ക് ഈവനിൽ പോയി, ചെറുതായിട്ടൊന്ന് മൈനസിൽ വന്നു. വീണ്ടും 4000 ക്രോസ് ചെയ്തു, ഓൾമോസ്റ്റ് 5000 ക്രോസ് ചെയ്തു. നമുക്ക് അവിടെ നിന്നൊരു ഡിസിസീവായിട്ട് ഡൗൺ മൂവ് കിട്ടുന്നില്ല. അത് കിട്ടുമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാമായിരുന്നു. ഒരു 8000 10,000 റേഞ്ചിലൊക്കെ ഈ ട്രേഡ് നമുക്ക് കിട്ടേണ്ടതാണ്. കിട്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒറ്റ ട്രേഡ് കൊണ്ട് തന്നെ അവസാനിപ്പിക്കാമായിരുന്നു ഇന്നത്തെ ദിവസം. അറിയില്ല, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഒരു നല്ല റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്, പക്ഷെ താഴത്തോട്ട് റെസിസ്റ്റൻസ്, കണ്ടമാനം റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു 9000 ഒക്കെ ക്രോസ് ചെയ്തു നമ്മുടെ ട്രേഡ്. നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. അത് ബ്രേക്ക് ചെയ്യുമോ എന്ന് നോക്കാം നമുക്ക്. നമ്മൾ മേജർ ക്വാണ്ടിറ്റീസൊക്കെ നമ്മൾ എക്സിറ്റ് ചെയ്തു. കാരണം മാർക്കറ്റ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. കാരണം ചിലപ്പോൾ അത് ഇവിടെ അങ്ങ് സൈഡ് വൈസ് ആയിപ്പോൾ അപ്പോൾ നമ്മുടെ ഉള്ള പ്രോഫിറ്റും പോകും. അതുകൊണ്ട് ഇനിയൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ട്രേഡ് നമുക്ക് എന്തായാലും ഗ്രീനിൽ തന്നെ അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് എല്ലാ ദിവസവും പറ്റുന്ന പോലെ തന്നെ ഇന്നും 9000 ക്രോസ് ചെയ്ത ട്രേഡ് നമ്മളിപ്പം എക്സിറ്റ് ചെയ്തേക്കുന്നത് 5500 5600 റുപ്പീസാണ് നമ്മളിപ്പം റിയലൈസ്ഡ് പ്രോഫിറ്റ്. പിന്നെ ഒരു 1000 റുപ്പീസ് ഉണ്ട്, ഓൾമോസ്റ്റ് ഒരു 6000 എന്ന് കൂട്ടാം. മാർക്കറ്റ് സൈഡ് വൈസ് ആകുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഉള്ള ക്വാണ്ടിറ്റി നമ്മൾ എക്സിറ്റ് ചെയ്യും. കാരണം നമ്മൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഒരു ഗുണമെന്ന് വെച്ചാൽ മുകളിൽ 200 EMIയുടെ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട്, അതിൻ്റെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ട്രേഡ് ഒന്നും ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. ഈ ട്രേഡ് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാലും നമ്മൾ ഒരു സ്കാൽപ്പിംഗ് മോഡ് ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുന്നുള്ള പ്രോഫിറ്റ് ലോക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് കൺഫ്യൂസിങ് സ്റ്റേജിലാണ്. മാർക്കറ്റ് ഡിസിസീവായിട്ട് താഴോട്ട് പോകണോ മുകളിലോട്ട് പോകണോ എന്നറിയാതെ നിൽക്കുക. എന്നാൽ നമുക്കിനി റിസ്ക് ഇല്ല. നമ്മൾ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 9000 പ്ലസ് പ്രോഫിറ്റ് പോയത് ഇപ്പോൾ ഏകദേശം ക്ലോസ് ടു 5000-ലാണ് നമ്മളിപ്പം നമ്മുടെ എൻ്റയർ ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്തു. നമുക്ക് വേറൊരു ചെറിയ ട്രേഡ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അഗൈൻ ഒരു പിയിൽ തന്നെ എൻട്രി ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനത് ആ CPR ബ്രേക്ക് താഴത്തോട്ട് വന്നാൽ നമുക്ക് നല്ല പോയിൻറ്റ്സ് ഒറ്റ ട്രേഡ് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഞാൻ അത് വെയിറ്റ് ചെയ്താണ് ആക്ച്വലി ആ ഫസ്റ്റ് ട്രേഡ് ഹോൾഡ് ചെയ്തത്. അത് സാധിച്ചില്ല, കുഴപ്പമില്ല.
കാരണം CPR-നകത്തായതുകൊണ്ട് ചിലപ്പം ഇങ്ങനെ കുറേ നേരം സൈഡ് വൈസ് ആയിട്ട് അങ്ങ് നിൽക്കും. ഇനി ഒരു ട്രേഡ് നമുക്ക് എൻട്രി ചെയ്യണം. ശരിക്കും CPR ബ്രേക്ക് ചെയ്ത് ഡിസിസീവായിട്ട് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം നമ്മൾ ട്രേഡ് എൻട്രി ചെയ്യണം. അതാണ് ശരിക്കും ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്പണിങ് വരെ ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ബ്രേക്ക് ആവുന്ന വരെ, അല്ലെങ്കിൽ നമ്മുടെ S1 വരെ, റെഡ് ലൈൻ വരെയൊക്കെ നമുക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യാം. അപ്പം നമുക്ക് നല്ല പോയിന്റ് കിട്ടും. ഒരു 50-60 പോയിൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ P ട്രേഡ് പറ്റുമെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാം. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ട്രേഡ്, 200 ക്വാണ്ടിറ്റിയെ എടുത്തിട്ടുള്ളൂ. 155 ആണ് നമ്മുടെ എൻട്രി. അപ്പോൾ ചെറിയ പ്രോഫിറ്റാണ് ഇപ്പോൾ കാണുന്നത്. 159 വരെയൊക്കെ എത്തി. ഒരു 169 ഒക്കെ എത്തുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ക്ലോസ് ചെയ്യാമായിരുന്നു. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ITM-ലാണ് ഇൻ ദ മണി എടുത്തേക്കുന്നത്. കാര്യം വെച്ചാൽ പെട്ടെന്ന് കുറച്ച് പോയിൻറ്റ്സ് കയറുകയാണെന്ന് നമുക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നമുക്കൊരു 10-12 പോയിൻ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് മതിയായിരുന്നു. 72 ഒക്കെ എത്തി. നമ്മുടെ 12 പോയിൻറ്റ്സൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് ചെയ്തു. ദിവസം വലിയ കുഴപ്പമില്ലാതെ ക്ലോസ് ചെയ്തു. ഓൾമോസ്റ്റ് 7,000 റുപ്പീസിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് റെഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ല റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഈ താഴെ വരെ എന്തായാലും ഓപ്പണിംഗ് അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ വരെ ഒന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടുന്ന് മാർക്കറ്റ് ഒരു അപ്പ് മൂവിലുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നമ്മുടെ S1-ൽ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്തായാലും അപ്പ് ട്രെൻഡ് എന്ന് തന്നെ നമുക്ക് പറയാം. താങ്ക് യു. ഇന്നത്തെ ദിവസം നമ്മൾ ക്ലോസ് ചെയ്യാണ്. താങ്ക് യു.